ബിഗ് ബോസ് മൈജി ബിഗ് എൻട്രി അങ്ങനെ നമ്മുടെ കോമണാസ് പ്രൊമോ വന്നിരിക്കുകയാണ്. ഒത്തിരി നാളത്തെ കാത്തിരിപ്പാണ് കോമണാസ് പ്രൊമോ. പക്ഷേ സംഭവം കിടുക്കി. ഒരു മൂവിയുടെ ട്രെയിലർ പോലെ നമ്മൾ കണ്ടു. ടി വിയിലാണ് വന്നത്, ഞാൻ ടി വിയിലാണ് കണ്ടത്. നിങ്ങൾ എത്ര പേര് കണ്ടു സംഭവം? യൂട്യൂബിൽ എന്തായാലും കുറച്ച് നേരത്തിനകത്ത് വരും. ടി വിയിൽ ഒരു 7:30 പ്രൊമോക്കകത്താണ് വന്നത്. ഏറ്റവും കൂടുതൽ TRP കിട്ടുന്ന ഏഷ്യാനെറ്റ് സീരിയലിന്റെ ഫസ്റ്റ് പ്രൊമോയിലാണ് വന്നിരിക്കുന്ന പ്രൊമോ പൊളിച്ചിട്ടുണ്ട് മക്കളെ. ബിഗ് ബോസ് മൈജി ബിഗ് എൻട്രി. ഇത്തവണ ആപ്പ ഊപ്പ പരിപാടികളൊന്നും നടക്കത്തില്ല. എന്താന്ന് പറയട്ടെ, കാരണം സംഭവം ഒത്തിരി പ്രൊഫഷണൽ ആണ്. മൈജിയുടെ നല്ല അടിപൊളി പരസ്യം ഇതിനകത്തുണ്ട്. എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഒക്കെ ഇതിനകത്തുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? കോമണാസിന് വേണ്ടി നമ്മളൊരു ഇൻട്രോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ കാര്യങ്ങൾ അതിൽ നമ്മൾ എന്തെല്ലാം ഉൾപ്പെടുത്തണം? 3 മിനിറ്റേ സമയമുള്ളൂ, ഇത്രയാണ് സൈസ്, ഇവിടെ പോയി ചെയ്യണം. അപ്പൊ കുറെ പരിമിതികൾ വന്നു. മറ്റേ നമ്മൾ ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്ന് ചെയ്യുന്നതിന് പകരം കുറെ പരിമിതികൾ വന്നു അല്ലേ? അപ്പൊ അതൊക്കെ നല്ലതാണോ മോശമാണോ? എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പങ്കെടുക്കേണ്ടത്? എന്താണ് പ്രൊമോക്കകത്തൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ടോ? എല്ലാം പറയാം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ പ്രൊമോ എത്തിയിരിക്കുകയാണ്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ പ്രൊമോയാണ്. പ്രൊമോയിൽ കുറെ പേര് ഇങ്ങനെ ബൈക്ക് റൈസ് നടത്തിക്കൊണ്ട് പോവാണ്. റസ്മിനും ഉണ്ട് അതിനകത്ത്. നമ്മുടെ റസ്മിനാണ്, അറിയാലോ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു റസ്മിനാണ്. അപ്പൊ റസ്മിൻ ഇങ്ങനെ ബൈക്ക് റൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസ്മിൻ ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ ഒരാളാവാനും ആരവങ്ങളിൽ ഏവരും നമ്മളെ തിരിച്ചറിയുക എന്നതിൽ പരം ആനന്ദം മറ്റെന്തുണ്ട് അല്ലേ? നമ്മൾ ഓട്ടോ ഇറങ്ങുമ്പോൾ നമ്മളെ ബാക്കിയുള്ളവർ ഇന്ന ആളല്ലേ ആ സെൽഫി എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ സന്തോഷം എന്തുണ്ട്? കുട്ടികൾ മാത്രം അറിഞ്ഞിരുന്ന കൊച്ചിയിലെ ഒരു കോളേജ് അധ്യാപികയായിരുന്നു ഞാൻ. ഇന്ന് എല്ലാവരും എന്നെ തിരിച്ചറിയുന്ന നിലയിലേക്ക് ഞാൻ എത്താൻ കാരണം എന്താണ്? ബിഗ് ബോസ് മലയാളം. ബിഗ് ബോസ് ഷോയിൽ നിങ്ങൾ എനിക്ക് തന്ന പ്രോത്സാഹനങ്ങളും വിമർശനങ്ങളുമാണ് എന്നെ പുതിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതും ഇന്നത്തെ ഞാനാക്കി മാറ്റിയതും എന്നാണ് റസ്മിൻ പറയുന്നത്. ആദ്യം ഒരു ബൈക്ക് റൈസ് ആണ്, പിന്നെ ഒരു കഫേയിൽ കുറെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ എന്താണ് റസ്മിൻ ഭയങ്കര കോട്ട സ്യൂട്ടൊക്കെ ഇട്ട് നല്ല പൊളപ്പൻ ലുക്കാണ് റസ്മിൻ പറയുന്നു. എന്നിട്ടാണ് റസ്മിൻ പറയുന്നത്, നൗ ലെറ്റ്സ് ഡ്രീം ബിഗ്. ഇനി നിങ്ങളുടെ ഊഴം, എന്റെ ഊഴം കഴിഞ്ഞു, ആരുടെ ഊഴം? നിങ്ങളുടെ ഊഴം. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറുന്നു, മൊത്തം മൈജി ഇങ്ങനെ ഇങ്ങനെ കിടക്കുമ്പം മൊത്തം മൈജി ആവുന്നു. എല്ലാം വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, TV, AC മൊത്തം അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഏതോ ഒരു മൈജി ഷോറൂം. അപ്പോഴത്തേക്കുമാണ് റസ്മിൻ പറയുന്നത് ബിഗ് ബോസ് മൈജി ബിഗ് എൻട്രി. അതാണ് ഈ കോണ്ടസ്റ്റിന്റെ പേര്. നമ്മുടെ സീസൺ 5 എയർടെൽ വന്നപ്പോൾ എന്തായിരുന്നു? എയർടെൽ 5G കോണ്ടസ്റ്റ് അങ്ങനെ എന്തോ ആയിരുന്നില്ലേ പേര്? കോമണാസ് കോണ്ടസ്റ്റ്. ഇതിന്റെ പേര് ബിഗ് ബോസ് മൈജി ബിഗ് എൻട്രി. അതാണ് സീസൺ 7ന്റെ സ്വപ്നവേദിയിലെത്തുവാൻ നിങ്ങൾക്കും ഒരു അവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ പോയി അവിടെ തയ്യാറാക്കിയിട്ടുള്ള ബിഗ് ബോസ് മൈജി ബിഗ് എൻട്രി ഷൂട്ടിംഗ് സ്പേസിൽ വെച്ച് ബിഗ് ബോസ് മലയാളത്തിൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ നിങ്ങൾ എന്തുകൊണ്ട് യോഗ്യരാണെന്ന് പരിചയപ്പെടുത്തുന്ന 3 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യം വരാത്ത 50 MB ഒതുങ്ങുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ മൈജിയുടെ ഷോറൂമുകൾ ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അവിടെ നിങ്ങൾ പോവുക. നിങ്ങൾ മടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മറ്റത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുമായിരുന്നു. മടിക്കണ്ട, അങ്ങോട്ട് പോവുക. ബിഗ് ബോസിന്റെ ഓഡീഷന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ അവരവിടെ ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈജിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയി ഒന്ന് നിൽക്കുക, എന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കുക. നിങ്ങളുടെ ഫോണിൽ തന്നെ വീഡിയോ എടുക്കാൻ തോന്നുന്നു കേട്ടോ. നമ്മൾ ഇത്തവണ വീട്ടിൽ ഇരുന്നുള്ള ഒരു പരിപാടി നടക്കൂല. മൈജിയാണ് സെലക്ട് ചെയ്യുന്നത്. അവിടെ പോയി എടുത്താലേ നടക്കത്തുള്ളൂ. അപ്പം അവിടെ പോവുക. എന്നിട്ട് 3 മിനിറ്റ് നിങ്ങൾക്ക് സമയമുണ്ട്. ഈ 3 മിനിറ്റിനകത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം, എന്നെ നിങ്ങൾ വിളിക്കണം, ഇതൊക്കെയാണ് എൻ്റെ ക്വാളിറ്റീസ്, ഞാൻ വന്നാൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, എന്താണ് നിങ്ങൾക്ക് 3 മിനിറ്റിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്? ആ സാധനം പറയുക. അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ആ സാധനം നിങ്ങൾ പറയുക. എന്നിട്ട് ഇത് 50 MB കൂടുതലാവാൻ പാടില്ല. ഇതിനെ സൈസൊക്കെ കൂടിപ്പോവാണെങ്കിൽ സൈസൊക്കെ ചെറുതാക്കണം. 50 MB കൂടി പോകാൻ പാടില്ല. എന്നിട്ട് bb7.geostar.com എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ജൂലൈ 10-ാം തീയതി വരെ സമയമുണ്ട്. ഈ അവസരം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. ലാലേട്ടനോട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ കൈയൊക്കെ ചൂണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ കണ്ണൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊമോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓഡിയൻസ് പല വിധമാണ്. ഇതിനകത്ത് 2-3 ടൈപ്പ് ആളുകളുണ്ട്. 1-ാം ടൈപ്പ് ആളുകളുടെ കാര്യമാണ് പറയുന്നത്. നാളെ തന്നെ ചാടിക്കയറും, മൈജിയിലോട്ട് പോകും, തോന്നിയ പാടെ എടുത്ത് അപ്ലോഡ് ചെയ്യും, വിടും, തീരും, പടമായി എല്ലാം. അങ്ങനെ ചെയ്യരുത്. സമയമെടുത്ത് നമ്മളെ വീട്ടിൽ ഇരുന്ന് നമ്മളെ ഷൂട്ട് ചെയ്യും പോലല്ല. ഒരു തവണ തെറ്റിക്കഴിഞ്ഞ് നമ്മൾ 10-30 തവണ ചെയ്യും. അത് വേറെ കാര്യം. ഞാനായാലും നിങ്ങളായാലും എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ
പുറത്ത് നമ്മൾ പോയി ഒരിടത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പം നേരത്തെ തന്നെ പ്രിപ്പറേഷൻ വേണം, എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള ബോധം വേണം. അവിടെ ചിലപ്പോൾ നമ്മളെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറം ഒക്കെ ആളുണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇത് വരുമല്ലേ, ആരെങ്കിലും കണ്ടോണ്ടിരിക്കും. ഇപ്പം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആരുമില്ല, വേറെ ആരെങ്കിലും വന്ന് തന്നെ നോക്കിക്കൊണ്ടെന്നാണ് എനിക്കൊരു തോന്നൂലേ, ചിലർക്ക് തോന്നും ചിലർക്ക് തോന്നൂല. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പ്ലാൻഡ് ആയിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പോകുന്നതെന്ന് നോട്ട് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം പോവാൻ. എനിക്ക് എൻ്റെ ഒരു സജഷൻ പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് കാണുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ട് കോമണാസ് ഓഡീഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്, എന്തൊക്കെ പറയാം, എന്തൊക്കെ പറയാൻ പാടില്ല, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ആകും എന്നൊരു വീഡിയോ ഞാൻ നാളെയോ മറ്റന്നാളെയോ നിങ്ങൾക്ക് ഇടാം. നാളെ തന്നെ മാക്സിമം ഞാൻ ഇടാൻ നോക്കാം. അപ്പം അതുകൂടി കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ള പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ പോയി എടുക്കുന്നതായിരിക്കും. ചാടി കയറി എടുക്കരുത്. മൈജിയാണ് നടത്തുന്നത്. നിങ്ങൾ എല്ലാ വീഡിയോസും ചെക്ക് ചെയ്യും. എല്ലാ വീഡിയോസും ചെക്ക് ചെയ്തിട്ട് അവരാണ് സെലക്ട് ചെയ്യുന്നത്, ഓഡീഷന് വിളിക്കുന്നതൊക്കെ. അപ്പോൾ ചാടി കയറി ഒന്നും ചെയ്യാൻ പോകരുത്. ജൂലൈ 10 വരെ സമയമുണ്ട്. ഇന്ന് 23 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ജൂൺ 23 ആയിട്ടേ ഉള്ളൂ. ജൂലൈ 3 ഉണ്ട്. അത് ഇനി ഒരു നമുക്ക് എത്ര ദിവസം ഉണ്ട്? 17 ദിവസം, 2 ആഴ്ചയ്ക്ക് മേലിലുണ്ട്. അപ്പം ചാടി കയറി ഒന്നുമേ ചെയ്യാൻ പോകരുത്. വെയിറ്റ് ചെയ്യുക. ഈ പറഞ്ഞതുപോലെയുള്ള നിബന്ധനകളെല്ലാം പാലിച്ച് മുന്നോട്ട് പോവുക. എന്തായാലും ഭയങ്കര സന്തോഷമായി. പക്ഷേ ഇത്തവണത്തെ ഈ മൈജിയിൽ പോയി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ പറഞ്ഞ 10ഉം 18ഉം വയസ്സും കഴിഞ്ഞ് ചില കുട്ടികളുണ്ടാവും ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹമുള്ള, ഭയങ്കര ആഗ്രഹമുള്ള കുട്ടികൾ. ഇവർ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് അപ്ലോഡ് 18 വയസ്സ് കഴിഞ്ഞു, ഫോൺ കിട്ടും, പ്രായപൂർത്തിയാണ്, ഓക്കെ ഫൈൻ, ശരിയാണ്. എന്നാലും അതിനകത്ത് തന്നെ ചിലരുടെ എല്ലാം കയ്യിൽ ഫോൺ കിട്ടുമ്പോഴത്തേക്ക് നമുക്കറിയാം കുട്ടികളാണ്, അവർ ഫോണിൽ പല പല കാര്യങ്ങളും ചെയ്യും. അപ്പം ഇവരെടുത്ത് ഇവരുടെ ഓവർ എക്സ്പെക്ടേഷനിൽ എനിക്ക് ബിഗ് ബോസിൽ പോകണം എന്നുള്ള ആഗ്രഹത്തിൽ വീഡിയോസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ 10ഓ 18ഓ വയസ്സൊക്കെ കാണും. 17 വയസ്സ് ചിലപ്പോൾ കംപ്ലീറ്റ് ആയി നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഇതിൽ നിന്നൊരു ഒഴിവാക്കലായിരിക്കും. കാരണം നമുക്കറിയില്ല, മൈജിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ പോകണമെങ്കിൽ 10-20 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾ പോകും കേട്ടോ, മൈജിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാനാണെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ അച്ഛവാ എനിക്ക് ഒന്ന് ഓഡീഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും വീട്ടുകാരും കൂടി അറിയും ഈ സംഭവം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനല്ല, നമ്മുടെ വീട്ടുകാരും കൂടെ കുറച്ച് അറിയുമ്പോഴത്തേക്ക് ആ സാധനത്തിന് റെസ്പോൺസിബിലിറ്റി വരും, കുറച്ചുകൂടി ഒരു കെയർ. വീട്ടുകാരും അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ എന്നുള്ള ഒരു സജഷൻ കൊടുക്കും. മറ്റത് നമുക്ക് താൻ തോന്നിയ തരം കാണിക്കും കണക്ക് ഒരു വീഡിയോ എടുക്കും, ദാ പിടിക്കുന്നു, സെൽഫി എടുക്കുന്നു, അതിനെ എടുത്തിടുന്നു. അപ്പോൾ അതെന്തായാലും വേണ്ട. പിന്നെ വെബ്സൈറ്റിൽ നിങ്ങൾ ഇനി അത്ര അത്യാവശ്യമുണ്ട് നാളെ നീ ഒരു പുല്ലും പറയണ്ട, നമുക്കറിയാം, നമുക്കെല്ലാം അറിയാം. നമ്മൾ നാളെ മൈജി ഇപ്പോൾ ഷൂട്ട് ചെയ്തോളാം എന്ന് ഉള്ളവർക്കാണ് ഞാൻ പറയാം, നിങ്ങൾ പൊയ്ക്കോളൂ, ഷൂട്ട് ചെയ്തോളൂ. വെബ്സൈറ്റിനകത്ത് നിങ്ങളുടെ പേര് കൊടുക്കാനായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഒഫീഷ്യൽ നെയിം തന്നെ കൊടുക്കുക. പലർക്കും പല പല നെയിമുകൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെയാണ്, അതൊന്നും കൊടുക്കരുത്. നിങ്ങളുടെ ID കാർഡിലും 10ാം ക്ലാസ് കാർഡിലൊക്കെ എന്താണോ ഉള്ളത് ആ സാധനങ്ങൾ മാത്രം കൊടുക്കുക. ഇമെയിൽ ID കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കൊടുക്കുക. ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ഫോൺ നമ്പരും അടിച്ചിട്ട് വ്യക്തമായിട്ട് നോക്കുക. OTP വരും, OTP ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ബോസ് 7 ഓഡീഷനിലേക്ക് പങ്കെടുക്കാനുള്ള നിങ്ങളുടെ താല്പര്യം, ആഗ്രഹം എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വിടുക. കാരണം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വലിയ സംഭവമാക്കി അവസാനം അവരെ കണ്ണിൽ കരടാവരുത്. തുടക്കത്തിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വിടുക. പിന്നെ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ സെലക്ട് ചെയ്ത് താഴെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അതിൽ ടിക്ക് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. വെയിറ്റ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് തീരുന്നാവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം കോമണാസ് പ്രൊമോയിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാവർക്കും അൻസിഫ് മുള്ളറ്റ് മീഡിയയുടെ ആശംസകൾ. എല്ലാവരും സൂപ്പറായിട്ട് പെർഫോം ചെയ്യുക. ഒരൊറ്റ ചാൻസേ ഉള്ളൂ. നമുക്കറിയില്ല ആർക്കാണ് ലക്ക് അടിക്കുന്നത് എന്നുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് വരാം. ഉറപ്പായിട്ട് ഞാൻ കോമണാസിന് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാം. ആ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ കുറേ നാളല്ലേ ഈസ്റ്റർ മുതൽ തുടങ്ങിയ ഈസ്റ്ററും വിഷുവും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ബർത്ത്ഡേയും ജൂൺ 10ഉം 15ഉം ഒക്കെ കഴിഞ്ഞിട്ട് 23 നമ്മൾ ഫൈനലായിട്ട് എന്നെ ആളുകൾ കളിയാക്കി ചത്ത് ഞാൻ മരിച്ച് ഏറിക്കേറി ആ അവസ്ഥയിൽ നിന്നാണ് ഇപ്പം ഞാൻ വീണ്ടും ഭൂമിയിലോട്ട് എത്തിയത്. സോ ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.